ഈശോയെ സ്വീകരിക്കാൻ വേണ്ടി, ഈശോയെ രക്ഷകനായിട്ട് നീ ഏറ്റുപറയാൻ, നിന്റെ കുടുംബം ഏറ്റുപറയാൻ തയ്യാറാകുമ്പോൾ വളരെ പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങളാണ്. ഒന്ന്, അവൻ നിന്നെ ഒരിടയനെ പോലെ നയിക്കും. രണ്ട്, നിന്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ എല്ലാത്തിനെയും അവൻ നേരെ നോക്കിക്കോളും, സുരക്ഷിതരായി അവർ വസിക്കും. മൂന്ന്, അവൻ നിങ്ങൾക്ക് സമാധാനമായിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഈ ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ? സമാധാനം. ശരിയാണോ? നിങ്ങളൊരു നല്ല വീട് പണിയുന്നത് അതിന്റെ അങ്ങേയറ്റത്തെ ഉദ്ദേശം എന്താണ്? കിടന്നുറങ്ങാൻ ആണോ? കിടന്നുറങ്ങുമ്പോൾ ഉറങ്ങണമെങ്കിൽ എന്ത് വേണം? സമാധാനം വേണം. നിങ്ങൾ അധ്വാനിക്കുന്നത് എന്തിനാണ്? നാളെ വലിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇന്ന് നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നത്, പൈസയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. എന്താണ് ലക്ഷ്യം? പ്രധാനപ്പെട്ടത് സമാധാനമാണ്. ഇത് കിട്ടും എപ്പോ? നിങ്ങളുടെ ജീവിതം ഈശോയ്ക്ക് വേണ്ടി തുറന്നു കൊടുക്കുക. മറ്റു പലതിനും വേണ്ടി തുറന്നു കൊടുത്ത് നമ്മുടെ അവസ്ഥ എന്തായി എന്ന് അറിയാമല്ലേ? നമ്മൾ പലതിനും വേണ്ടി നമ്മുടെ ജീവിതം തുറന്നു കൊടുത്തു. തിന്മയ്ക്കാവാം, പിശാചിനാകാം, ചില വ്യക്തികൾക്കാകാം, ചില ഇഷ്ടങ്ങൾക്കാവാം, ചില പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി നമ്മൾ തുറന്നു കൊടുത്തിട്ടുണ്ടാകാം. നമുക്ക് ആ വാതിലെല്ലാം കൊട്ടിയടച്ച്, വാതിൽ ഞാനാണ് എന്ന് പറഞ്ഞ ആ ഇടയൻ, ഞാനാണെന്ന് പറഞ്ഞ എന്നിൽ